രാഷ്ട്രീയ ഭാവി തുലാസിൽ. എന്താണ് BJP തന്ത്രം? കേരളത്തിൽ 2016 വിരിഞ്ഞ താമരയുടെ തണ്ടൊടിച്ച് കോൺഗ്രസ് നേതാവ് മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള കരുക്കൾ നീക്കി BJP RSS നേതൃത്വങ്ങൾ. അതിനുവേണ്ടി മുരളീധരനെ തൃശൂരിൽ ഇറക്കി 3ാം സ്ഥാനത്തേക്ക് തുരത്തുക മാത്രമല്ല BJP ലക്ഷ്യമിടുന്നത് തൃശൂരിലെ ദയനീയ തോൽവിയിലൂടെ മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. സഹോദരി പത്മജയെ ഇറക്കി മുരളീധരന്റെ തോൽവിയിലൂടെ ആഴം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇനി ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭ കാണിക്കില്ല എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഏതു നിയമസഭാ മണ്ഡലത്തിലും ഇനി മുരളി മത്സരിച്ചാൽ BJP എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് ഒരുപാട് അന്തർധാരകളുണ്ട് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ അതിനെപ്പറ്റി യാതൊരു ധാരണയും വെച്ച് പുലർത്തില്ല. പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അല്ല, പാലക്കാട് ബൈ ഇലക്ഷൻ എന്തിനാ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 2 സീറ്റിലും കോൺഗ്രസിന് കൈകൊള്ളും. സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അയച്ച മഹാനും അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചതും എഴുതി വെച്ചോളൂ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ 2 പരീക്ഷണങ്ങളും പൊളിഞ്ഞ് പാളീസാവുന്നുള്ള കാര്യത്തിൽ സംശയം. BJP കേരളത്തിൽ എവിടെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയാലും അവിടെ ഇറങ്ങുന്ന ശിഖണ്ഡിയാണ് മുരളി എന്നാണ് BJP വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മുരളിയെ തൃശൂരിൽ നിന്നും 3ാം സ്ഥാനത്തേക്ക് തള്ളുന്നതോടൊപ്പം നിയമസഭ കാണിക്കാത്ത രാഷ്ട്രീയ വനവാസത്തിൽ അയക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. വളരെ പ്രതീക്ഷയോടെ തൃശൂർ മണ്ഡലത്തിലെത്തിയ മുരളീധരന് തൃശൂർ പഴയ തൃശൂർ അല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. മുരളിയെ ബലിയാടാക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന ആശങ്കയിലാണ് മുരളിയുടെ അനുയായികൾക്കും. ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. TN പ്രതാപൻ 1 ലക്ഷത്തോളം വോട്ടിന് ജയിച്ചാൽ മണ്ഡലത്തിലുണ്ടാകുന്ന കനത്ത തോൽവി തന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മുരളിയുടെ ക്യാമ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.